കാസർഗോഡ് അരമങ്ങാനത്തെ രഞ്ജേഷും പെരിയ സ്വദേശിനി നന്ദനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ് 5-ാം മാസം യുവതിയുടെ ആത്മഹത്യ. നവവധുവിനെ അരമങ്ങാനത്തെ ഭർതൃവീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് താൻ മരിക്കാൻ പോകുന്നുവെന്ന് കാട്ടി യുവതി അമ്മയ്ക്ക് വാട്സാപ്പ് സന്ദേശവും കുരുക്കിൻ്റെ ഫോട്ടോയും അയച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അരമങ്ങാനം ആലിങ്കാൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനയെയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പെരിയ ആയമ്പാറ വില്ലാരംപൊതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളാണ്. ഏപ്രിൽ 26-നായിരുന്നു ഇവരുടെ വിവാഹം. മരിക്കാൻ പോകുന്നുവെന്ന് കാണിച്ച് മാതാവ് സീനയ്ക്ക് സന്ദേശവും കുരുക്കിന്റെ ഫോട്ടോയും നന്ദന അയച്ചിരുന്നു. ഇതേ തുടർന്ന് വിവരം ഭർത്തൃ വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ കിടപ്പുമുറിയുടെ വാതിലിൽ തട്ടിയിട്ടും തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് നന്ദനയെ ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ദേളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രഞ്ജേഷിന്റെയും നന്ദനയുടെയും പ്രണയവിവാഹമായിരുന്നു. മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് വീട്ടുകാർ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങൾ വിവാഹിതരായെന്നാണ് ഇരുവരും പോലീസിനു മുമ്പാകെ പറഞ്ഞത്. ഏപ്രിൽ 26-ന് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. കഴിഞ്ഞ ദിവസം അരമങ്ങാനത്ത് നടന്ന ഓണാഘോഷ പരിപാടിയിൽ സജീവമായി പങ്കെടുത്ത നന്ദന എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നതിൽ വ്യക്തതയില്ല. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് നന്ദന രഞ്ജീഷുമായി പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും. സംഭവത്തിൽ മേൽപ്പറമ്പ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്.